മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ വരാനിരിക്കുന്ന കുരിശിലെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും തുടർന്നുള്ള വിജയത്തെക്കുറിച്ചുമാണ് അവൻ സംസാരിക്കുന്നത്. മനുഷ്യപുത്രൻ എന്ന സ്ഥാനപ്പേർ തന്നെക്കുറിച്ചാണ് പൂർണ്ണമായും മനുഷ്യനും പൂർണ്ണമായും ദൈവവുമായ അവന്റെ പങ്ക്. പലർക്കും കുരിശിൽ മരിക്കുന്നത് നാണക്കേടും പരാജയവും പോലെയാണ് തോന്നുന്നത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ അത് മഹത്വത്തിന്റെ ഏറ്റവും വലിയ നിമിഷമായിരുന്നു. എന്തുകൊണ്ട്? കാരണം യേശു പിതാവിനെ പൂർണ്ണമായി അനുസരിച്ചു, മരണം വരെ പോലും. ആ യാഗത്തിലൂടെ അവൻ പാപത്തെ പരാജയപ്പെടുത്തി, മരണത്തിന്റെ ശക്തി നശിപ്പിച്ചു, ആളുകൾക്ക് രക്ഷിക്കപ്പെടാനുള്ള വഴി തുറന്നു. അവന്റെ മഹത്വം ശക്തിയിലൂടെയോ സമ്പത്തിലൂടെയോ അല്ല, മറിച്ച് സ്നേഹം, അനുസരണം, ത്യാഗം എന്നിവയിലൂടെയാണ് കാണിക്കുന്നത്. തന്റെ ജീവൻ നൽകുന്നതിലൂടെ യഥാർത്ഥ മഹത്വം എന്താണെന്ന് യേശു കാണിച്ചുതന്നു: പിതാവിന് ബഹുമാനം നൽകുകയും ലോകത്തെ രക്ഷിക്കുകയും ചെയ്യുക. പിതാവായ ദൈവവും യേശുവിലൂടെ മഹത്വീകരിക്കപ്പെടുന്നു, കാരണം പിതാവിന്റെ രക്ഷാപദ്ധതി പുത്രനിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. അവരുടെ മഹത്വം പങ്കുവയ്ക്കപ്പെടുന്നു. യേശു തന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തി. പിതാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ച് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി അവനെ മഹത്വപ്പെടുത്തി. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായി ജീവിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ മഹത്വം ലഭിക്കുന്നതെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് ബുദ്ധിമുട്ടുള്ളതോ വേദനാജനകമോ ആണെങ്കിലും ദൈവത്തെ അനുസരിക്കുന്നത് ബഹുമാനവും നിലനിൽക്കുന്ന പ്രതിഫലവും നൽകുന്നു. യേശുവിനെ അനുഗമിച്ചുകൊണ്ട്, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, വിശ്വാസത്തോടും എളിമയോടും കൂടി ജീവിച്ചുകൊണ്ട് അവൻ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്താം.